ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഡിയേഴ്സ്, ഇന്ന് ഞാനുണ്ടല്ലോ 1 മാസത്തിന് ശേഷം കൊച്ചിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ നേരെ പോയത് തൃശ്ശൂർക്കായിരുന്നു, അതായത് ഗുരുവായൂരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഗുരുവായൂരപ്പനെ കാണാൻ നല്ലൊരാഗ്രഹം. സോ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞാൻ ഗുരുവായൂർ പോയത്. അവിടുന്ന് തൊഴുത് അവിടുന്ന് നേരെയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എൻ്റെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറ്റപ്പാലത്ത്. സോ ഒറ്റപ്പാലത്ത് നിന്ന് അവിടെ നിന്ന് ഞാൻ നേരെ ബസ് കയറി. ബസ്സിൽ കയറുമ്പോൾ എനിക്കൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ ഫോൺ നോക്കുന്നൊന്നും ഇഷ്ടമല്ല. ഫോൺ നോക്കി അപ്പം എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഡിയേഴ്സ്? എനിക്ക് മെസ്സേജിങ്ങോ ഒന്നും തന്നെ പറ്റില്ല, ഒന്നിനും ഫോൺ നോക്കാൻ പോലും പറ്റൂല. ഡിയേഴ്സ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തിങ്ങനെ കാഴ്ചകൾ കാണുമ്പോണ്ടല്ലോ, നമ്മൾ ഓരോ ആൾക്കാരൊക്കെ കാണൂലേ, അവരവരുടെ വർക്കിൽ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നത്. സോ ഞാൻ അതിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കും, ഇവരെങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇവരിപ്പോൾ എന്തായിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ഒറ്റപ്പാലത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടോ. ഇതാണ് എൻ്റെ നാട്, പത്തിരിപ്പാല. ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, GVHSS പത്തിരിപ്പാല. 5 തൊട്ട് +2 വരെയും ഞാൻ ഈ സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ എത്തുമ്പോൾ ഇന്ന് ഈ സ്കൂൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് പഠിച്ച അതേ ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ ടോട്ടലി ചേഞ്ച്ഡ് ആയി. കുട്ടികൾക്കൊക്കെ പുതിയ ബിൽഡിംഗ് ആണുള്ളത്. ഈ തൊടിയിലൂടെ ഇവളെങ്ങോട്ടാ പോകുന്നതെന്നല്ല ഇപ്പം നിങ്ങൾ ചിന്തിച്ചത്. ഈ കനാല് വഴി പോവുകയാണെങ്കിൽ വീട്ടിലോട്ട് പെട്ടെന്ന് എത്തും. റോട്ടിലൂടെ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഇതുവഴി പോകുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ നല്ല ചെളിയുണ്ട് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കാടും പിടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, എങ്ങാനും പാമ്പ് വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ നടന്നു പോവുകയാണ്. എന്തായാലും ഇന്ന് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഗുരുവായൂരപ്പനെ നേരെ കാണാൻ പറ്റി, നന്നായിട്ട് തൊഴുകാനൊക്കെ പറ്റി. പിന്നെ ഞാൻ നേരെ പോകുന്നത് വീട്ടിലോട്ടല്ലേ. സോ അതെന്തായാലും നല്ലൊരു ഹാപ്പിനെസ് അല്ലേ നമ്മുടെ വീട്ടിലോട്ട് പോവാന്ന് പറയുന്നത്. ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു വഴിയിലൂടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. നല്ലൊരു പച്ചപ്പ് എന്നുള്ളത്. കാരണം മഴക്കാലം അല്ലേ, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയൊക്കെ തോന്നുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്ക് അറിയുന്നുണ്ടാവും, ഇതെൻ്റെ സ്വന്തം വീടല്ല കേട്ടോ, വാടക വീടാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ടും അത്രയ്ക്ക് ആയിട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാ വീട്ടിലതാ മുന്നിൽ തന്നെ ചേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നില്ല ഡിയേഴ്സ്, നിങ്ങൾക്കൊരു കോമഡി കേൾക്കണോ? ഞാൻ ഗുരുവായൂരൊന്ന് പോയത് നമ്മൾ ഹോസ്റ്റലിൽ ഉള്ളിലിടുന്ന ചെരുപ്പ് ഇട്ടോണ്ടും കൊണ്ടാണ്. പക്ഷെ നാണക്കേട്. അതൊക്കെ പോട്ടെ. അങ്ങനെ വന്ന് ഞാൻ അമ്മേനെ തപ്പുമായിരുന്നത്. അമ്മയാണെങ്കിൽ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷം. അമ്മേനെ പോയിട്ട് ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ച്. അങ്ങനെ കുറെ യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി. അമ്മ എന്നിട്ട് വീഡിയോ എടുക്കാണോ നീന്നാ ചോദിക്കുന്നുണ്ടായിരുന്നത് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ട് കയറിയപ്പോഴും ദേ ഈ റൂമിലോട്ട് കയറിയപ്പോഴും ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടാ. എന്നും എപ്പോഴും അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാനൊന്ന് ഫ്രഷപ്പ് ആയി. ദിസ് ഈസ് മൈ സിസ്റ്റർ നീതു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അപ്പു വന്നു കേട്ടോ. ഇതാണ് എൻ്റെ അനിയൻ നിതിൻ. ഇവൻ പിന്നെ കുറച്ച് ഷൈ ടൈപ്പാണ് കേട്ടോ. എല്ലാവരോടും അങ്ങനെയൊന്നും സംസാരിക്കൊന്നുമില്ല. ഞാനേ ഒരു ഇൻട്രോവേർട്ടാണ്, പക്ഷെ അതിലും വലിയ ഇൻട്രോവേർട്ടാണ് ഇവൻ. ഞാൻ അങ്ങനെ ഇൻട്രോവേർട്ട് എന്നല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ആംബിവേർട്ടാണ് കേട്ടോ. രണ്ടിൻ്റെയും കൂടി മിക്സഡ് ആണ് ഞാൻ. അതുകൊണ്ടല്ല ഗുരുവായൂർ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചതാണ് വ്ളോഗൊക്കെ എടുക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് മറന്നു. അതുകൊണ്ടാണ് ഇടയിലുള്ളൊരു വീഡിയോ കൂടെ കുത്തി കയറ്റിയത് കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ എന്തായാലും ഇത്രേ ഉള്ളൂ, വലിയ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.